ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മളെ നാട്ടിൽ കുറേ കാലം കച്ചവടം ചെയ്യുന്ന അഷ്റഫ് ഖാ എന്ന് പറയും. മൂപ്പരിപ്പോൾ നമ്മളെ നാട്ടിലില്ല. മൂപ്പര് നാട്ടിൽ തന്നെ ഒരു ചെറിയ ചായക്കട ഇട്ട് അവിടെ കൂടിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മൂപ്പർക്ക് രാവിലെയും വൈകുന്നേരം ഈ വന്ന് പോക്ക് വളരെയധികം പ്രയാസമാണ്. കാരണം നമ്മളെ നാട്ടിൽ വളരെയധികം ആനശല്യം ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ഹോട്ടലാകുമ്പോൾ നന്ന രാവിലെ തുറക്കണ്ടേ, കടി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര അധികം നന്ന രാവിലെ നമ്മൾ ഹോട്ടലിലെത്തണം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് പുള്ളിക്കാരന് മൂപ്പര നാട്ടിൽ തന്നെ നല്ല മനോഹരമായൊരു ചെറിയ തോതിലുള്ള ചായക്കട തുടങ്ങിയിരിക്കുന്നത്. അപ്പം മൂപ്പര് ചായക്കടക്ക് നല്ലൊരു പേരിട്ടിട്ടുണ്ടോ, അഷ്റഫ് ഖാൻ്റെ ചായക്കട. മൂപ്പര മക്കളെയും പേരക്കുട്ടികളൊന്നും പേരല്ല, മൂപ്പര പേരനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ചായക്കട നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, വളരെ ചെറിയ റോഡല്ല, വളരെ ചെറിയ റോഡാണ്. അവിടെ ഒരു മരം കൊടുത്തു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കരിയേശ്വര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് 7 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ഫോറസ്റ്റാണ്. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് കരിയേശ്വല എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ചെറിയ ഗ്രാമമാണ്, 1-2 കടകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. നല്ല സൗഹൃദത്തിൽ കഴിയുന്ന ഒരു ഏരിയയാണ്. ഈ കാണുന്ന ബസ് സ്റ്റോപ്പിൻ്റെ പിറകിലായിട്ടാണ് നമ്മുടെ അഷ്റഫ് ഖാൻ്റെ ചായക്കട. നമുക്കൊന്ന് പോയൊക്കെ മൂപ്പര് ഉണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. ഈ കാണുന്നതാണ് അഷ്റഫ് ഖാൻ്റെ ഹോട്ടൽ കേട്ടോ. ചെറിയ ചായപ്പിടിയാണ്. അതിൻ്റെ ഉള്ളിൽ പോയൊക്കെ നമുക്ക് മൂപ്പരുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. എന്നിരുന്നാലും ഉള്ളിൽ കയറി നോക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വരവാട്ടോ. അപ്പോൾ കടയുടെ ഉള്ളിൽ ഫുള്ള് ആളാട്ടോ. നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ആളാണ് അഷ്റഫ് ഖാ എന്ന് പറയുന്ന ആൾ. അഷ്റഫ് ഖാ, ഇപ്പോൾ കൂടുതൽ ഓർഡർക്ക് മന്ദങ്ങൾ എടുക്കലുണ്ടോ? ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും? ചോറ്, ബിരിയാണി ഓർഡർ പറഞ്ഞാൽ ബിരിയാണി എടുക്കും. പിന്നെ മധുവത്ത് എന്തോ ആവശ്യപ്പെട്ട അത് വെച്ച് കൊടുക്കും നിങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ അങ്ങോട്ടാ വെക്കണ് ഓർഡർ ഉണ്ടോ? പരിപാടി ഉണ്ടല്ലേ? 100 പൊറോട്ടൊക്കെ ആവശ്യമുണ്ടല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ കച്ചവടമൊക്കെ? നാട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? ഓലൊക്കെ ഒരു നല്ല സഹകരണം അല്ലേ? ഓലൊക്കെ ഒരു സഹായം കൊണ്ടപ്പോ ഇത് ഇങ്ങനെ ആയി നിങ്ങൾ പറഞ്ഞേ ശരിയാ? എല്ലാരും ഹെൽപ്പ് ചെയ്തിട്ട് കൗങ്ങിന്റെ ഉഷാറാക്കി തന്നൂല്ലേ? ഒരു ചായക്കടക്ക് ചെക്കന്മാരല്ലേ? നല്ല സഹകരണം അല്ലേ നാട്ടുകാര്? വെള്ളം കൊണ്ടുവരും, ചായ വാങ്ങിച്ച ഹെൽപ്പിങ് അല്ലേ? നല്ല ഹെൽപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഒരു 2-3 പെണ്ണുങ്ങളിവിടെ വന്നു. അതിൽ പെണ്ണ് ഗർഭിണിയാണ്. അപ്പൊ ഇവിടെ വെള്ളമില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനും ഒരു കടല്ല. അങ്ങനെ ഇടങ്ങാറായിട്ട് അങ്ങനെ തോന്നിയതാണ് കടയിടാനല്ലേ? അങ്ങനെ തോന്നിയതാണ്. അപ്പൊ എല്ലാരും സഹകരണം ഉണ്ടല്ലോ, നല്ല സഹകരണം അല്ലേ? കടക്കും തുറന്നിട്ട് അഷ്റഫ് ഖാന്റെ നല്ല റായത്താണ്. ഓ, കച്ചവടം ഒരുമാതിരി പോകുന്നുണ്ട്. നല്ല കച്ചവടം അല്ലേ? നല്ല കച്ചവടം ഒരുമാതിരി കച്ചവടമൊക്കെ ഉണ്ട്. എല്ലാരും നല്ല സഹകരണം അല്ലേ? നാട്ടുകാർ എല്ലാവരും ജാതി മതമൊന്നുമില്ല. ഇല്ല, അതെ. അത് വന്നപ്പോ തന്നെ മനസ്സിലായി. മൂപ്പര് പറഞ്ഞു നമ്മളത്ത് എല്ലാവരും സഹകരിച്ചിട്ടാണ് ഈ ഒരു കട ഇങ്ങനെ ആക്കി തന്ന്. നല്ല ഹെൽപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഒരു കുടുംബം പോലെ ഇവിടെ കഴിയുന്നു പറഞ്ഞു. എല്ലാവരും ഒറ്റ കുടുംബം പോലെ ഒരേ ഇതുപോലെയാണ്. എല്ലാം ഒരേ മനസ്സുപോലെയാണ്. മനസ്സുപോലെ അല്ലേ? അപ്പൊ അങ്ങനെയാണ് കഥകള്. പിന്നെ മൂപ്പർക്ക് സുഖമില്ലാത്ത ആളാണ്. അതെ, ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. ചെറിയ ജീവിതം അതന്നെ. മൂപ്പര് ശാരീരികമായിട്ട് കുറച്ച് കുഴപ്പമില്ല ആളാ. അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് കട ഒഴിവാക്കി ഇവിടെ നിന്ന് വീടിന്റെ അടുത്ത് തന്നെ ഷോപ്പൊക്കെ ഇട്ട് ഇവിടെ ഒതുങ്ങിയതില്ലേ? സഹകരിച്ച്. അതെ 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 അതെ, അതന്നെയല്ലേ വലിയ വിജയം. ഒരു സ്റ്റേഷനറി കട കേട്ടോ. അത് വരുന്നതാണ് പ്രകാശില്ലേ? എത്ര വർഷം ചേട്ടാ?
10-25 വർഷമായില്ലേ അച്ഛൻ നടത്തിയതിൻ്റെ മുന്നേ? അപ്പം നിങ്ങൾ ഏറ്റെടുത്തില്ലേ? എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ? പോകണില്ലേ? കുഴപ്പമില്ലല്ലേ? അപ്പോൾ രാത്രിയൊക്കെ ആയാൽ നേരത്തെ അടക്കില്ലേ? ഈ ആനൻ്റെ ഒരു പ്രശ്നം കാരണം അല്ലേ നേരത്തെ അടക്കില്ലേ? 8-ന്റെ ഉള്ളിൽ അടക്കുക. ശരി നാട്ടാ, ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കരിയാശ്വരത്തെ ആകെ ഒരു സ്റ്റേഷനറി കടയുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചാക്കട ബാക്കിലുണ്ട്. ഇവിടെ ഗ്രാമം കാണുമ്പോൾ ചെറിയ ഗ്രാമമാണ്. ഇവിടെ ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയ കേട്ടോ ഈ കരിയാശ്വല എന്ന് പറയുന്ന നാട്. മറക്കാതെ നമ്മൾ അഷ്റഫ് ഖാൻ്റെ കടയ്ക്ക് വരിക. ഈ ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിലാട്ടോ നമ്മൾ അഷ്റഫ് ഖാൻ്റെ കട. പൊതുവായി പോകുന്നതിലൊക്കെ എന്തായാലും ഒന്ന് കയറിയിട്ട് പോകാം. ഓക്കെ.